കൊയിലാണ്ടി മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ ശാന്ത ടീച്ചർ രാജിവെക്കണമെന്നാവശ്യപ്പെടാൻ യാതൊരു ധാർമ്മിക അവകാശവും UDF-നില്ലെന്ന് BJP കൌൺസിലർ VK ജയൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കേരളത്തിലും കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും UDF പ്രതിനിധികളും ഇരട്ടവേതന ആരോപണങ്ങളിൽ അകപ്പെടുന്നവരാണെന്ന് കൌൺസിലർ പറഞ്ഞു. ധാർമ്മികമായി വാങ്ങാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് BJPയുടെ നിലപാട്. പക്ഷേ കേരളത്തിലെ പല പഞ്ചായത്തുകളിലായി UDF-ന്റെയും LDF-ന്റെയും പഞ്ചായത്ത് പ്രസിഡന്റുമാരും അതുപോലുള്ള മറ്റു ആൾക്കാരും ഇതുപോലെ ഇരട്ട ശമ്പളം വാങ്ങുന്നതായി അറിയാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന UDF-ന്റെ ആൾക്കാർ വാണിമേൽ, ചെക്കിയാട്, നരിക്കുനി എന്നീ പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാർ ഇതുപോലെ ഇരട്ട ശമ്പളം വാങ്ങുന്നതായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ സമരം ചെയ്യുന്ന UDF-ന്റെ ആൾക്കാർ അവർക്കും ധാർമ്മികമായി ഇത്തരത്തിലുള്ള അവകാശം ഉന്നയിക്കുന്നതാണെങ്കിൽ ആദ്യം അവരുടെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് വാങ്ങുന്ന ഇരട്ട ശമ്പളം തിരിച്ചടക്കാനോ അല്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടേണ്ടതാണ്.